CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 500-ൽ 500 മാർക്കും വാങ്ങിയ ഒരു മിടുക്കിക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയായ നാജിയ നസ്രീൻ ഇവിടെ അലൈനിലെ ഗ്രേസ് വാലി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ യുദ്ധമൊക്കെ ആയിട്ട് പരീക്ഷകൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ. ഇതിൽ എല്ലാ പരീക്ഷ എഴുതിയിട്ടാണോ ഈ 500-ൽ 500 മാർക്ക് വാങ്ങിയത്? എല്ലാ പരീക്ഷ എഴുതാൻ പറ്റിയിരുന്നോ? നമ്മുടെ അവസാനത്തെ സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആയിരുന്നു, അത് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. സോ ബെസ്റ്റ് ഓഫ് 3 മാർക്സിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് സോഷ്യലിൻ്റെ മാർക്സ് ഉണ്ടായിട്ടുണ്ടാകുന്നത്. ബാക്കി എല്ലാ പരീക്ഷ എഴുതാൻ പറ്റി. യെസ്, 5 വിഷയത്തിലും 500 മാർക്ക് വാങ്ങി. പക്ഷെ ഒരു മാർക്ക് പോയൊരു സങ്കടമല്ലേ? ചെറുതായിട്ട് അല്ല, സന്തോഷമാണ്. അൽഹംദുലില്ലാ, നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. എന്നാലും ആ ഒരു മാർക്ക് എവിടെ പോയി അറിയാത്തതുകൊണ്ടൊരു വിഷമം. ഇംഗ്ലീഷ് പരീക്ഷയിൽ 1 മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ IT കൂടി എടുത്തിട്ടുള്ളത് കൊണ്ട് 6 സബ്ജക്റ്റ് എഴുതി അതിൽ 5-ലും മുഴുവൻ മാർക്കും വാങ്ങി. ഇംഗ്ലീഷിൽ 499 മാർക്ക് വാങ്ങി. ഇപ്പോൾ ഇപ്രാവശ്യം CBSE ഇമ്പ്രൂവ്മെൻറ്റിന് അവസരം തന്നിട്ടുണ്ട്. അങ്ങനെ എഴുതാനുള്ള ഉദ്ദേശമുണ്ടോ വീണ്ടും അതിലും 100 മാർക്ക് വാങ്ങാൻ? ആലോചിക്കുന്നുള്ളൂ. ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് നോക്കാം. എൻ്റെ പാരൻസ് 2 നല്ല സ്റ്റുഡിയോസാണ്. സോ അവരുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് എൻ്റെ ഇൻസ്പിറേഷൻ. ടീച്ചേഴ്സും നല്ല എഫേർട്സ് ഇടാണ്. ഞാനിപ്പോൾ സയൻസ് സ്ട്രീമാണ് എടുത്തിട്ടുള്ളത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനാണ് എയിം. നീറ്റാണ് ഫോക്കസ് ചെയ്യുന്നത്. അലൈൻ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആയിട്ടുള്ള മുഹമ്മദ് അനീസിൻ്റെ മകളാണ് നാജിയ. നേരത്തെ ഒരു റാങ്ക് ഹോൾഡറാണല്ലേ? അതെ, ഞാൻ 2004 B.Pharm MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കോടെ പാസ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് പിന്നെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഫേമസ് ആയില്ല എന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും മകൾക്ക് ഇങ്ങനൊരു അച്ചീവ്മെൻറ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ പ്രിൻസിപ്പൽ സാർ ഡോക്ടർ ഇബ്രാഹിം സാറായിരുന്നു ആദ്യം വിളിച്ചു പറഞ്ഞത്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാതെ. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ ടീച്ചേഴ്സിനും ഇവിടെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഓവർ കെയറിങ് ആയിരുന്നു. ഡെയിലി മോണിറ്ററിങ് എക്സാം ടൈമിലൊക്കെ എല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കും. ഉമ്മയും പഠനത്തിൽ മിടുക്കിയായിരുന്നു എന്ന് പറഞ്ഞ് എന്തൊക്കെ ടെക്നിക്കുകളാണ് ഇത് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ഡെയിലി റൂട്ടീൻസിലൊക്കെ ഞാൻ വളരെ ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ ഭക്ഷണം, ഉറക്കം, അതിലെല്ലാം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഗ്രേസ് വാലി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ മുഹമ്മദ് ഇബ്രാഹിം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നാജിയ എത്രമാത്രം പ്രോമിസിംഗ് ആയൊരു സ്റ്റുഡൻ്റാണ്? നാജിയ സ്കൂളിൽ വന്ന കാലം മുതൽ തന്നെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു. അവൾ പഠിത്തത്തിൽ വളരെ ഉഷാറായിരുന്നു. മാത്രമല്ല സ്കൂളിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും ഷീ യൂസ് ടു ഷോ ഹൈ ടാലൻസ്. ഇതൊക്കെ വെച്ചിട്ട് വി നോമിനേറ്റഡ് ഹാസ് വൺ ഓഫ് ദി സ്കൂൾ ഹെഡ് ഗേൾ ആൻഡ് ഷീ വാസ് എ റോൾ മോഡൽ ഫോർ ഓൾ സ്റ്റുഡൻസ്. ഇനിയിപ്പോൾ നാജിയയുടെ അടുത്ത പഠനത്തിൽ എത്രമാത്രം സ്കൂളിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയും? ഇപ്പോൾ +2 ഇവിടെ തന്നെയാണെങ്കിൽ എത്രമാത്രം പിന്തുണ കൊടുക്കാൻ കഴിയും? ദാറ്റ് ഈസ് എ വെരി ഹാപ്പി ന്യൂസ് ഫോർ അസ്, ഫോർ ദ സ്കൂൾ. നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റിനോട് ഡിസ്കസ് ചെയ്ത് വി ഹാവ് ഫൗണ്ട് ദാറ്റ് വി വിൽ പ്രൊവൈഡ് ഫ്രീ എഡ്യൂക്കേഷൻ in grade +1 and +2, all the free education for her. The management has supported us with that. Inshallah, we will continue. She will continue with us. സ്റ്റുഡൻറ്റ് കൗൺസിൽ മീറ്റിങ്ങിലൊക്കെ നാജിയയുടെ ഓരോ സജഷൻസ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ മൊത്തം ഡിസിഷൻസ് മോഡിഫൈ ചെയ്യുന്നതിലൊക്കെ ഒരു സഹായിച്ചിട്ടുണ്ട്. അപ്പം ഷീ ഹെർസെൽഫ് എ റോൾ മോഡൽ ഫോർ ഹെർ കരിയർ ആസ് വെൽ ആസ് സ്റ്റുഡൻസ് കമ്മിങ്. ഇപ്പോൾ ഇനി എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നൊരു കുട്ടിയാണ് നാജിയ. നാജിയാണ് ഒരു യുണീക്ക് സ്റ്റുഡൻ്റ് ആക്കുന്നത് നാജിയ കൊടുക്കുന്ന ഡെഡിക്കേഷൻ ആൻഡ് ഹാർഡ് വർക്കാണ്. ആക്ച്വലി ഈ ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതാണ്. നാജിയയുടെ സക്സസ് എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. വെൻ ഐ സോ ഹെർ റിസൾട്ട്, ഐ എം വെരി പ്രൗഡ് ഓഫ് ഹെർ വിത്ത് ദ റിസൾട്ട്. ദാറ്റ് മച്ച് ഡെഡിക്കേഷൻ ഷീ പുട്ട്. ഓൾസോ എക്സാമിനേഷൻ ടൈമിൽ കുട്ടിക്ക് വയ്യായിരുന്നു, എന്നിട്ടും എന്താ പറയുക, ആ ഡെഡിക്കേഷൻ കാണിച്ച് നല്ല മാർക്ക് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. ടീച്ചേഴ്സ് എന്ത് പറയുന്നു, അപ്പോൾ നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന
ഒരു ഡെഡിക്കേഷനും ഉണ്ടായിരുന്നു, പിന്നെ ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ ആ ഹാർഡ് വർക്കിങ്ങിൽ കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. അതാണ് നാജിയയുടെ ഒരു പ്രത്യേകത. She is very willing to learn and grow. That is the greatest gift she has actually. She is always gifted. She is always ready to learn, ready to accept her faults, to correct it and to strike the achievement. So we all are happy and we all are very much happy to join her in her success, and I congratulate her and let this be a great achievement in her life, and let this be the start of her achievements which is coming forth. മുഴുവൻ മാർക്ക് വാങ്ങുക എന്നുള്ളത് ശീലമാക്കിയ ഒരാളാണ് നാജിയ. കഴിഞ്ഞ സമസ്തയുടെ പൊതുപരീക്ഷയിലും മുഴുവൻ മാർക്കും നേടിയാണ് നാജിയ വിജയിച്ചത്. ഇനിയുള്ള പരീക്ഷകളിലും ആ മിന്നുന്ന വിജയം നമുക്ക് പ്രതീക്ഷിക്കാം.